ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജേക്കബ് തരകൻ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇന്ന് പുലർച്ചെ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രകോപനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇന്ത്യ തക്കതായ രീതിയിൽ മറുപടി നൽകുന്നുമുണ്ട്. ഇതിപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു കലാപം തന്നെ അവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ പാക് സൈന്യത്തിലും കലാപം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സൈനിക മേധാവി ജനറലെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ വിവരങ്ങളെല്ലാം അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതെങ്ങനെ വേണം നമ്മൾ വിലയിരുത്താൻ? പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഓരോ ന്യൂസ് നമ്മൾ അറിയുന്നത് അവിടുത്തെ മേധാവി അറസ്റ്റ് ആയെന്നോ അല്ലെങ്കിൽ വീട്ടു തടങ്കലിലായെന്നോ രാജിവെച്ചെന്നോ ഒക്കെ കേൾക്കുന്നതൊക്കെ ഒരു നമ്മൾ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഇപ്പം യുദ്ധസമയങ്ങളിൽ ഏത് ന്യൂസ് കിട്ടിയാലും അതിനെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിശ്വസിക്കാവൂ. അത് അഭ്യൂഹങ്ങളായിരിക്കാം, നുണകളായിരിക്കാം, പ്രൊപ്പഗാൻഡയായിരിക്കാം, നമുക്കൊന്നും അറിയാൻ വയ്യ. അത് സമയങ്ങളാകുമ്പോൾ അത് തെളിഞ്ഞു വരും, നമുക്ക് മനസ്സിലാകും. പക്ഷേ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ പ്രയാസത്തിലാണ്, പരിതാപകരമാണ്. അത് ഞാൻ ഇന്നലെയും ഒരു ചാനലിൽ പറഞ്ഞിരുന്നു. അവർക്ക് ഇന്റേണൽ ആഭ്യന്തരമായിട്ട് വളരെ വളരെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ ബലൂച്ചിലുള്ള ആർമി സൈനികരെല്ലാം രാജിവെച്ചു. പഞ്ചാബി 2000-ൽ പരം പഞ്ചാബികൾ അവരുടെ സൈന്യത്തിൽ നിന്ന് രാജിവെച്ചു. സിന്ധിൽ കലാപമുണ്ട്. ബലൂച്ചിൽ ഓൾറെഡി കലാപമായിരുന്നു. ഖൈബർ പഷ്തൂൺവ അവിടെയും നേരത്തെ അത് പാകിസ്ഥാന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. ബാക്കിയുള്ളത് പഞ്ചാബും സിന്ധുവും ഒക്കെയായിരുന്നു. അത് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ ജനത പുറത്തിറങ്ങി ഇമ്രാൻഖാന് വേണ്ടി സമരം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രക്ഷോഭണം ഉണ്ടാക്കുന്നു എന്ന് ഞാൻ കേട്ടു. ഇമ്രാൻഖാൻ വന്നാലും നവാസ് ഷെരീഫ് വന്നാലും മുനീർ ഇരുന്നാലും എല്ലാവരും അതായത് ഇന്ത്യ വിരുദ്ധ നയങ്ങളും ഇന്ത്യ വിരുദ്ധമാണ് അവരുടെ ആത്മാവ്. അതുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ആഭ്യന്തരമായിട്ടും എക്കണോമിക്കലിയും സൈനികമായിട്ടും അവർ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ വീഴ്ച ഓരോ നിമിഷം കഴിയുന്തോറും വേഗത കൂടുകയും എത്രയും പെട്ടെന്നാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരുപക്ഷെ ഈ ആക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നാം ഇന്നലെ വരെ കണ്ട പാകിസ്ഥാന്റെ ഭൂപടത്തിൽ നിന്ന് അതിന്റെ ഭൂപടം തന്നെ മാറുവാനുള്ള സാധ്യതയും തള്ളിക്കളയണ്ട. മറ്റൊരു കാര്യമുള്ളത്, ഈ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ കനത്ത ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ എത്രയൊക്കെ തിരിച്ചടികൾ കൊടുത്താലും അല്ലെങ്കിൽ എത്രയൊക്കെ ഇതിന് മറുപടി കൊടുക്കുമ്പോഴും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനവുമായി മുന്നോട്ട് വരികയാണ്. ഇത് ഈ പറഞ്ഞതുപോലെ അവിടെ എത്രയൊക്കെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആക്രമിക്കണം അല്ലെങ്കിൽ ഇന്ത്യയെ ഇല്ലാതാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ ഇവരിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അവസാനം അത് നമ്മൾ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? ലോജിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പാകിസ്ഥാൻ ഇതിൽ ഇറങ്ങത്തില്ലായിരുന്നല്ലോ. അതായത് വിവേകമോ ഉള്ള ഒരു രാഷ്ട്രത്തിന്റെ ഒരു മുഖമുദ്രയും ഒരു പ്രവൃത്തിയും നമ്മൾ പാകിസ്ഥാനിൽ ഇന്നുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക് എപ്പോൾ നിർത്തണം, എവിടെ നിർത്തണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയാണ്. അവസാനം അടികൊണ്ട് മടുത്ത അകത്ത ആഭ്യന്തര കലാപം കൊണ്ട് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇംപ്ലോഷൻ വരുമ്പോഴേ നിൽക്കത്തുള്ളൂ. അത് എത്രയും പെട്ടെന്നാകണം എന്ന് ആഗ്രഹിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ ഈ സമയമൊക്കെ നമ്മളുടെ ദേശത്ത് മുഴുവൻ, അതിർത്തിയിൽ മാത്രമല്ല, എല്ലാവരും കരുതലോടിരിക്കണം എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അത് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്കലാപ്പുണ്ടാക്കാനോ അല്ല, കരുതൽ വേണം. അതായത് ഇതൊരു അസിമെട്രിക് വാർഫെയർ ആണെന്ന് മറക്കണ്ട. അവരുടെ സ്ലീപ്പർ സെൽസ് ഇന്ത്യയിൽ പലയിടത്തും കാണും. അത് മതതീവ്രവാദത്തിന്റെ ആയിരിക്കാം. അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഉള്ള തയ്യാറെടുപ്പ് ഇന്ത്യൻ പൗരന്മാർ ഒറ്റക്കെട്ടായി ഒരു ജനതയായി നിന്ന് ചെയ്യണം എന്നുകൂടി ഞാൻ ആഹ്വാനം ചെയ്യട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.